മക്കളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള. വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മൾ ഫവാസും ഫാത്തിമയും കൂടി ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ട് കുറേ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ? കാരിബ് ഉണ്ടാക്കി അല്ലേ? കാരിബ്, ഹഫാറ, ജറാറ് അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇവിടെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ അല്ലേ? പാട്ടുണ്ടാക്കി. അത് കഴിഞ്ഞ് അവരൊരു പാട്ട് അങ്ങോട്ട് പാടി. ആരെക്കുറിച്ചാ നോക്കാം നമുക്ക് പാട്ട് പാടിയത്. ഇവിടെ ആരാണിത്? മൻഹുവ ഹദിഹി ത്വാഇറത്തുൻ മുസയ്യറ. ഡ്രോണാണല്ലേ? ഡ്രോണിനെ കുറിച്ച് ഒരു പാട്ട് അങ്ങോട്ട് പാടി. എന്താ പാട്ട്? പാട്ട് നമുക്ക് പാടാം. സാറിൻ്റെ കൂടെ പാടാം. സഫീനത്തുൽ ഹവാ تطير في الفضاء تسير في الرياح مبسوطة الجناح منظرها في الجو كالطائر المدوي سفينة الهواء تطير في الهواء في الفضاء. لا سفينة الهواء تطير في الفضاء تسير في الرياح مبسوطة الجناح منظرها في الجو كالطائر المدوي سفينة الهواء تطير في الفضاء. അങ്ങനെ പാടി വെക്കാം അല്ലേ? എന്താ മക്കള് പാടുക? സഫീനത്തുൽ ഹവാഇ പാട്. തതീറു ഫിൽ ഫളാഇ തസീറു ഫിർരിയാഹി മബ്സൂതത്തൽ ജനാഹി മൻളറുഹാ ഫിൽ ജൗ കത്വാഇരിൽ മുദവ്വി സഫീനത്തുൽ ഹവാഇ തതീറു ഫിൽ ഫളാഇ. കൊള്ളാല്ലേ? അടിപൊളി പാട്ട്. ഇതുപോലെ നിങ്ങൾ പാടി പഠിക്കുമോ മക്കളെ? എന്താണ് പാട്? സഫീനത്തുൽ ഹവാഇ. സഫീന എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? ഷിപ്പാണ് അല്ലേ? ഹവാ അന്തരീക്ഷം, മുകൾ ഭാഗം അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിലെ ഒരു കപ്പൽ പോലെ ഇരിക്കും അല്ലേ? കപ്പൽ പോലെ വലിയൊരു സാധനം. അതെന്ത് ചെയ്യുന്നു? തതീറു ഫിൽ ഫളാഇ. ഇങ്ങനെ അന്തരീക്ഷത്തിൽ അത് പറക്കുകയാണ് അല്ലേ? ഡ്രോണ്. തസീറു ഫിർരിയാഹി. കാറ്റിലും ഇങ്ങനെ പറന്ന് വരും. എങ്ങനെ പറന്നു വരുന്നത്? മബ്സൂതത്തൽ ജനാഹി. ഇതാണ് ജനാഹ്. ജനാഹ് ഇതൊക്കെ ജനാഹ്. എന്താണ്? അതിൻ്റെ വിങ്സ് ഇല്ലേ? അതിങ്ങനെ വിരിച്ച് പറന്ന് വരും. ത്വാഇറ മുസയ്യറേ. മൻളറുഹാ ഫിൽ ജൗവ്. അന്തരീക്ഷത്തിൽ അതിൻ്റെ കാഴ്ച എങ്ങനെ ഇരിക്കുന്നേ? അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നേ? കത്വാഇരിൽ മുദവ്വി. ത്വാഇറ ത്വാഇർ പക്ഷിയെപ്പോലെ, അൽ മുദവ്വി ചിറക് വിരിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ പറക്കുന്ന. അങ്ങനെ ചിറക് വിരിച്ച് പറക്കൂലേ? അതുപോലെയുണ്ട് നമ്മുടെ ആര്? ത്വാഇറ മുസയ്യറ. പിന്നെ സഫീനത്തുൽ ഹവാഇ അന്തരീക്ഷത്തിലെ കപ്പൽ തതീറു ഫിൽ ഫളാഇ. എവിടെ പറക്കുന്നത്? അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുകയാണ് അല്ലേ? കാറ്റും കൊണ്ട് ഇങ്ങനെ പറക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആര് പാട്ടുപാടി? ഫവാസും ഫാത്തിമയും കൂടി പാട്ടുപാടി. ഇനി സാറ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. ഇത് നോക്കിക്കേ. നഖറ വനഫം. വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. മൻഹുവ മാ ഹാദ. ഹാദ കലമുൻ. ഹാദ ഐലൻ കലമുൻ. ഇതും കലമാണല്ലോ. പക്ഷെ ഈ കലമും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടല്ലോ. എന്താന്ന് പറഞ്ഞേ? ഇത് ഈ കലം എന്ത് ചെയ്യുന്നു? ഈ കലം ഏത് കലം? ഈ കലം ഇച്ചിരി നീളം കൂടുതലാ അല്ലേ? ഇത് കുറച്ച് നീളം കുറവാണ്. സാർ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പം മക്കൾക്കത് മനസ്സിലാവും. നോക്കാം നമുക്ക്. ശ്രദ്ധിച്ചോട്ടാ. ഇത് നോക്കിക്കോ. هذا كبير 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 هذا صغير 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 هذا قصير قصير قصير
هذا طويل 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 هذا سريع 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 هذا بطيء بطيء മക്കൾക്ക് മനസ്സിലായോ? അതിന്റെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റാ പറയുന്നത് അല്ലേ? ഇവിടെ ആദ്യം പറഞ്ഞ ഒരു ആന വന്നപ്പോൾ എന്തെന്ന് പറഞ്ഞു? കബീർ കബീർ കബീർ, വലുതാണ് ആന അല്ലേ? എന്നാൽ ഇവിടെ നോക്കൂ, ആന പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. ആരാണ്? ആന പോയി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നല്ലോ. ദേ ഒരു എലി ഇതിലേ ഓടിപ്പോയി അല്ലേ? എന്താ എലിക്കുഞ്ഞ് കണ്ടോ? അപ്പൊ സഗീർ, എലി ചെറുതായതുകൊണ്ട് സഗീർ എന്ന് പറഞ്ഞു. അതേയോടൊപ്പം തന്നെ അടുത്ത് നോക്കൂ, ഇവിടെ ഒരു കിളിയുണ്ട്. കിളി എന്താണ്? ഖസീർ, ഷോർട്ടാണ് അല്ലേ? ചെറുതാണ്, നീളം കുറഞ്ഞു. എന്നാൽ ഇതാരാണ്? ജിറാഫ്. ജിറാഫ് എന്താണ്? തൊവീലാണ്, തൊവീലാണ് അല്ലേ? അതുപോലെ അടുത്ത് നോക്കൂ, ഇതാ ഇവിടെ നോക്കൂ മക്കളെ, സരീർ അല്ലേ? മുയല് സരീർ, നല്ല സ്പീഡിലോടും. എന്നാൽ നമ്മുടെ ആമക്കുഞ്ഞനാരാ? ബതീ, സ്പീഡ് കുറഞ്ഞ് പതിയെ പോകുള്ളൂ അല്ലേ? അത് തന്നെയാണ് അവിടെ പറയുന്നത്. നോക്കിയേ, അടുത്ത് നോക്കിക്കോട്ടാ. صغيرة كبيرة صغيرة كبيرة കബീറ صغيرة സഗീറ. നോക്കിക്കോ, കണ്ട? കബീറ വലുതാവുമ്പോ കബീറത്തുൻ, ചെറുതാവുമ്പോ സഗീറത്തുൻ. والآن ماذا ترون؟ ഇത് കബീറാണോ സഗീറാണോ? شجرة. കബീർ. أحسنتم. കബീർ. والآن أصبحت شجرتان. شجرة ഇവിടെ രണ്ട് മരമായി. شجرة صغيرة. ഇത് ഷജറ കബീറ, ഇത് كبيرة സഗീറ شجرة. അല്ലേ? അപ്പൊ മനസ്സിലായത് മക്കൾക്ക്? ചെറുതും വലുതുമാണെന്ന് മനസ്സിലായി. അത് തന്നെയാണ് ഇവിടെ. ഈ പേന നീളം കൂടിയതാണ് അല്ലേ? പേനയ്ക്ക് നമ്മൾ എന്ത് പറയും? കലമുൻ. എന്താ പറയാ? കലമുൻ. കലമുൻ തൊവീൽ. ഇതിലേതാ കലമുൻ തൊവീല്? ഇതാണ് കലമുൻ തൊവീല്. എന്നാൽ നീളം കുറഞ്ഞ പേന ഏതാ? ഇതായിരിക്കും അല്ലേ? കലമുൻ ഖസീറുൻ. കലമുൻ ഖസീറുൻ, നീളം കുറഞ്ഞത്. അതേപോലെ ഇതെന്താണ്? ഏണി അല്ലേ? ഏണിക്ക് സാർ എന്താ പറയാ? സുല്ലം എന്ന് പറയാ. ഈ സുല്ലം എങ്ങനെ ഇരിക്കുന്നത്? തൊവീലാണ്. ഇതും ഒരു സുല്ലമല്ലേ? പക്ഷെ ഈ സുല്ലം എങ്ങനെ ഇരിക്കുന്നത്? ഖസീർ, ചെറുതാണ്, നീളം കുറഞ്ഞതാണ് അല്ലേ? അതേപോലെ ഇവിടെ നോക്കൂ, ഫഹാദ, ഇതെന്താണ്? ബൈത്താണ് അല്ലേ? ഇതൊരു ബൈത്താണ്. ബൈത്ത് കബീർ അല്ലേ? ഈ ബൈത്ത് എന്താണ്? കബീറാണ്. എന്നാൽ ഈ ബൈത്തോ? ഇതും ഒരു ബൈത്താണ്. പക്ഷേ ഹാദാ ബൈത്തുൻ സഗീറുൻ, ഒരു ചെറിയ ബൈത്താണ്. അതേസമയം മക്കൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ. അടുത്ത് നോക്കിക്കോ, ഖുറത്തുൻ കബീറത്തുൻ. എന്താ ഇവിടെ കബീറും ഇവിടെ കബീറത്തായത്? ഈ ബൈത്തില്ലേ, ബൈത്ത് ഒരു ബോയായ വാക്കാണ്, അതുകൊണ്ട് കബീർ എന്ന് പറഞ്ഞത്. എന്നാൽ ഖുറത്തുന്നുള്ള താ ഉള്ളത് കൊണ്ട് അത് ഗേളായ വാക്കാണ്, മുഅന്നസാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കബീർ എന്ന് പറഞ്ഞാൽ പോരാ, കബീറത്തുൻ എന്ന് പറയണം. ഇപ്പൊ ഖുറത്തുൻ സഗീർ എന്ന് പറഞ്ഞാൽ പോലെ, സഗീറത്തുൻ ചെറിയ പന്ത്, കബീറത്തുൻ സഗീറത്തുൻ, ഖസീറുൻ തൊവീലുൻ, ഖസീറത്തുൻ തൊവീലത്തുൻ, അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇതാണ് സാറ് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? അവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഷജറത്ത് മരം, കബീറത്ത് വലുത്, സഗീറത്ത് ചെറുത്, ഹാദിഹി ഇത്. എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം? ഇത് വലിയ മരമാണെന്ന് പറയണം. ഇത് വലിയ മരമാണെന്ന് പറയണം, ഇത് ചെറിയ മരമാണെന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? ഇത് എന്നുള്ളത് എന്താ? ആദ്യം നമുക്ക് ഹാദിഹി എന്ന് ഇവിടെ വെക്കാം അല്ലേ? ഹാദിഹി ഇതൊരു മരമാണ്, ഹാദിഹി ഷജറത്തുൻ രണ്ടാമത് ഇവിടെ വെക്കണം. ഇത് വലുതല്ലേ, അപ്പൊ നമുക്ക് കബീറത്ത് ഇവിടെ വെക്കണം. ഒരു സെന്റൻസ് ആയില്ലേ? ഹാദിഹി ഷജറത്തുൻ കബീറത്തുൻ. മക്കൾ ഇവിടെ എഴുതണം. അടുത്തതോ, സഗീർ പറയുമ്പോൾ എങ്ങനെ പറയണം? ഇതേപോലെ തന്നെ, ഹാദിഹി ഷജറത്തുൻ സഗീറത്തുൻ. മനസ്സിലായോ?
ആദ്യം ഹാദിഹി, പിന്നെ ഷജറത്തുൻ സഗീറത്തുൻ. ഓക്കെ അല്ലേ? അതേപോലെ അടുത്തതിൽ നോക്കൂ. ഇവിടെ ഷജറത്തുൻ എഴുതാൻ സ്ഥലമുണ്ട്. അത് പിന്നെ നോക്കിയ ഫീല്. ഫീലില്ലേ, ചെറിയ ഫീലുണ്ട് വലിയ ഫീലുണ്ട്. അപ്പൊ എങ്ങനെ പറയണം? ചെറുതിൻ്റെ എങ്ങനെ പറയാം? സഗീർ അല്ലേ? ഹാദാ ഫീലുൻ സഗീറുൻ. ഒരു സെന്റൻസ് ആയി. അപ്പൊ ഹാദ ആദ്യം വരണം, ഫീലുൻ രണ്ടാമത് വരണം, സഗീറുൻ. വലുത് വരുമ്പോഴോ ഹാദാ ഫീലുൻ കബീറുൻ. ഹാദാ ഫീലുൻ കബീറുൻ. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത പേജ് നോക്കൂ. ഇവിടെ എന്താ ഇരിക്കുന്നത്? മിസ്തറ. മിസ്തറ എന്താ? സ്കെയില് അല്ലേ? സ്കെയിലിന്റെ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. സ്കെയിൽ വാക്ക് ഒരു ഗേളാണ്. കാരണം എന്താ? ഇവിടെ ഒരു തായിരിക്കുന്നുണ്ടില്ലേ? അതുകൊണ്ട് ചെറിയ സ്കെയിൽ, നീളം കൂടിയതും നീളം കുറഞ്ഞതും അല്ലേ? അപ്പൊ ഇവിടെ നീളം കൂടിയത് ഏതാ? തൊവീലത്തുൻ. നീളം കുറഞ്ഞതിന് ഖസീറത്തുൻ. ഹാദിഹി എന്നാൽ ഇത്. പിന്നെ ഒരു വാക്ക് കൂടി ഉണ്ട് ഇവിടെ, ഷംസിയ. എന്താ ഷംസിയ? ഷംസിയക്ക് നമ്മൾ എന്താ പറയാ? കൊട എന്നാണ് പറയാ. അതുപടി ഉണ്ട്, കണ്ടോ? ഷംസിയ ഇരിക്കണോ, ചെറുതും ഇരിക്കണോ, വലുതും ഉണ്ട് അല്ലേ? അപ്പൊ മക്കൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? ആദ്യം നമുക്ക് വലുതിൻ്റെ എഴുതാം. എങ്ങനെ പറയണം? ഹാദിഹി മിസ്തറത്തുൻ, നീളമുള്ളത് അല്ലേ? തൊവീലത്തുൻ. ഹാദിഹി മിസ്തറത്തുൻ തൊവീലത്തുൻ. അപ്പൊ അടുത്ത് ചെറുത് വരുമ്പോഴോ ഹാദിഹി മിസ്തറത്തുൻ, നീളം കുറഞ്ഞതിനേതാ? ഖസീറത്തുൻ. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ ഷംസിയ, കൊട അല്ലേ? അപ്പൊ എങ്ങനെ പറയണം? ആദ്യം വരണം ഹാദിഹി, പിന്നെ ഹാദിഹി ഷംസിയത്തുൻ തൊവീലത്തുൻ. ഓക്കെ. അത് ഒരു സെന്റൻസ് എവിടെ എഴുതണം? സാറ് പറഞ്ഞ സെന്റൻസ് ഇതിന്റെ താഴെ എഴുതണം. രണ്ടാമത് ഇറങ്ങി വരുന്നത് ഹാദിഹി ഷംസിയത്തുൻ ഖസീറത്തുൻ. മൂന്നാമതോടെ വരണം. ഓക്കെ, സിമ്പിൾ പരിപാടി അല്ലേ? അത്രയും സെന്റൻസുകൾ മക്കൾ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? വായിക്കാം. നഖറ. നഖറ എന്ന് വായിക്കാം. അയ്യു ഹർഫിൻ ഹാദ. ഇതേതാ ഹർഫ് മക്കളെ? ക അല്ലേ? കായിൽ വമ്മിട്ട്. അപ്പൊ എന്ത് വായിക്കണം? കു. കൂറത്തുൻ. പിന്നെയോ കായിന് ഫതഹുണ്ട്. അപ്പൊ ശബകത്തുൻ അല്ലേ? സമാക്കുൻ, ഷൗക്കുൻ. അപ്പം ഈ കാ കുറെ രീതിയിലായിരിക്കും അല്ലേ? ഇടയിൽ വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? അപ്പൊ ആ ശരിക്കുള്ള കാ മക്കളെ എഴുതാൻ പഠിക്കണ്ടേ? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? കാ എങ്ങനെ എഴുതുന്നേ? കാ എഴുതുന്നത് നമ്മൾ മുകളിൽ നിന്ന് വരച്ച് ഇങ്ങനെയാണ് തുടക്കത്തിൽ വരുന്നത് അല്ലേ? തുടക്കത്തിൽ അങ്ങനെ വരുന്നത് ഞാൻ റെഡ് വെച്ച് എഴുതാം. ഇനി അത് ഇടയ്ക്കാകുമ്പോൾ എങ്ങനെയാണ്? അങ്ങനെയല്ല, ഇടയ്ക്കാകുമ്പോൾ എങ്ങനെ എഴുതാം? ഒരു മിനിറ്റ് മക്കളെ, എഴുത്ത് ശരിയാവുന്നില്ല. അതെ, ഇങ്ങനെ വരച്ച് ആദ്യം നമ്മൾ ഇങ്ങനെ കൊടുക്കും അല്ലേ? എന്നിട്ട് നമ്മൾ കാ ഇങ്ങനെ ഇടും. ശരിയല്ലേ? ക. പിന്നെയോ ഇടയ്ക്ക് എന്താണ് അവസാനത്തിൽ ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ഒരു അംസയുടെ കായുടെ അതുപോലെ ഇടും അല്ലേ? പിന്നെ അവസാനത്തിൽ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെയും ഈ കായാണ് കേട്ടോ. ശരിക്ക് ഇതൊരു കായാണ്. ശരിക്കും ഇങ്ങനെ നമ്മൾ അംസയല്ല, കായ തന്നെയാണ് ഉള്ളിൽ എഴുതുന്നത്. അപ്പോൾ അത് എഴുതാൻ പഠിക്കണം മക്കള്. ക. സാർ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം, അത് നോക്കൂ, ശ്രദ്ധിക്കാം കേട്ടോ. هكذا نكتب حرف الكاف في أول الكلمة، وهكذا نكتب حرف الكاف في وسط الكلمة، وهكذا نكتب حرف الكاف في آخر الكلمة. മൂന്ന് ആദ്യത്തിലും അവസാനത്തിലും എഴുതുന്ന രീതിയാണ് ഇതിൽ പറയുന്നത്. ആദ്യത്തിലും ഇടയ്ക്കും അവസാനത്തിലും എഴുതുന്നത് അല്ലേ? നോക്കാം നമുക്ക്. هيا نتعرف الآن على كلمات تبدأ بحرف الكاف. كأس. كأس. كأس لا كأس. كأس.
പിന്നെയോ كلب കൽബ് كلب കൽബ് കൽബ് പിന്നെ كتب കുതുബ് كتب കുതുബ് هيا نتعرف الآن على كلمات في وسطها حرف الكاف. سمكة സമക സമക. സാറ് കാണിച്ച പോലെ തന്നെ سكر സുക്കർ പഞ്ചസാര പിന്നെയോ سكين സിക്കീൻ كين. هيا نتعرف الآن على كلمات പിന്നെ تنتهي بحرف അവസാനത്തിൽ വരുന്ന الكاف. എങ്ങനെ നോക്കാം നമുക്ക് ديك ദീക് ديك ദീക് كعك കഅക് كعك കഅകേക്ക് പിന്നെയോ شوك ഷൗക്ക് ഒറ്റയ്ക്കിരിക്കും അല്ലേ شوك അപ്പൊ ഇത്രയാണ് കായുടെ എഴുതാൻ പഠിക്കുന്നത്. അപ്പൊ ആ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇതുപോലെ സാർ ഇവിടെ എഴുതിയ പോലെ എഴുതണം. കൗകബുൻ അല്ലേ, കൗകബുൻ. അപ്പൊ ഈ ക വായോട് ചേർക്കണം, പിന്നെ ഈ ക ബായോട് ചേർക്കണം. അതുപോലെ ഷബക തുൻ ക ഈ തായോട് ചേർത്ത് എഴുതണം. അതുപോലെ ഫലകുൻ ക അവസാനത്തിൽ ഈ ലാം കായോട് ചേർത്ത് എഴുതണം. ഷുബാക്കുൻ ക ഒറ്റക്ക് എഴുതണം ഇവിടെ എഴുതിയ പോലെ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇനി വീണ്ടും ഒരു പാട്ട് കൂടിയുണ്ട്. എന്താണ് പാട്ട്? ഹയ്യ ഹയ്യ നജ്രി ജരിയൻ ഗത്തിൽ ബസറ വഖുദിൽ ഹദറ അന ഫിസ് സഫി അന ഫിൽ ഖൽഫി അന യുംനക അന യുസ്റക സാരിഅ സാരിഅ അൻതൽ ബാരിഅ അദ്രി നിദ്ദക തബ്ലു ഖസ്ദക. ഇത് നിങ്ങൾ ടീച്ചർമാർ ഒരു ഗെയിമായിട്ട് ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. നിങ്ങൾ പാടി പാടി പഠിച്ചാൽ മതി. നമുക്ക് പാടാം. ഹയ്യ ഹയ്യ പാട് മക്കളെ. ഹയ്യ ഹയ്യ നജ്രി ജരിയ ഗത്തിൽ ബസറ വഹുദിൽ ഹദറ അന ഫിസ് സഫി അന ഫിൽ ഖൽഫി. ഇത് നമ്മൾ ഇത് കളിക്കില്ലേ, എന്താണ് മറ്റേ സാറ്റ് കളിക്കില്ല മക്കള്. സാറ്റ് കളിക്കുമ്പോൾ അതേ ഒരു അനയുംനക അനയുസ്റക സാരിഅ സാരിഅ അൻതൽ ബാരിഅ അദ്രിക് നിദ്ദക തബ്ലുഗ് ഖസ്ദക. അതായത് എന്താ പറയണേ? ഹയ്യ ഹയ്യ വാവ നജ്രി ജരിയ നമുക്ക് ഓടാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഗത്തിൽ ബസറ കണ്ണുകെട്ട് വഹുദിൽ ഹദറ ശ്രദ്ധിച്ച് നടക്ക് അല്ലേ. ചിലപ്പോൾ ഇത് കണ്ണുകുത്തി കളിയായിട്ടും കളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ മക്കളെ. അനഫിസ് സഫി ഞാൻ ക്ലാസ്സിലാണ്, അനഫിൽ ഖൽഫി ഞാൻ പിറകിലാണ് അല്ലേ, പറ്റിക്കുക. അനയും നാക്ക ഞാൻ എവിടെയാണ്? വലതാണ്. അനയുസ്റാക്ക ഞാൻ നിന്റെ ഇടതു ഭാഗത്താണ് നിൽക്കണത്. സാരിയ സാരിയ വേഗം വാ വേഗം വാ. അൻതൽ ബാരി നീ മിടുക്കനാണ്. അദ്രിക് നിദ്ദക്ക നിന്റെ കൂട്ടാളി നീ പിടിക്ക്. തബുലു കസ്ദക്ക അങ്ങനെ നീ എന്താണ് ലക്ഷ്യം നേട് എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായ മക്കളെ? അപ്പൊ ഇതാണ് ആ പാട്ട്. ആ പാട്ട് പാടി മക്കൾ പഠിക്കുക. അങ്ങനെ അവസാനം മൻഹുവ നമ്മുടെ ഫവാസും ഫാത്തിമയും കൂടി ബനമത നിർമ്മിച്ചു. ഇൻസാല ഒരു ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ട്. എന്ത് നിർമ്മിച്ചു? ഒരു ഇൻസാല ഉണ്ടാക്കി. മാഹാദ ഇൻസാല ഒരു റോബോട്ടിനെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി. ജമീല നല്ല ഭംഗിയുള്ള ഒരു റോബോട്ട് നമ്മുടെ ഫവാസും ഫാത്തിമയും കൂടി ഉണ്ടാക്കി അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ ഇതൊക്കെ ഒരു ടെക്നോളജിയാണ് അല്ലേ. ടെക്നോളജി തഖ്നിയ. ഈ ടെക്നോളജിയൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിക്കാനും യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലിത്തർഫീഹ് ആസ്വദിക്കാനും കേട്ടോ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് അല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ അത്തഖ്നിയത്തു ലിത്തർഫീഹ് ടെക്നോളജി ഫോർ എൻ്റർടൈൻമെൻറ്റ് അതിനല്ലേ യൂസ് ചെയ്യുക. ഓക്കെ. ഇനി മക്കളുടെ ഹാൻഡ് ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 65-ാമത്തെ പേജിൽ ഇത് ഷമാഅത്താണല്ലേ മക്കളെ. ഷമാഅത്താണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഷമാഅത്തുൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാ നീളമുള്ളത്. അപ്പം തൊവീലത്തുൻ അത് മക്കൾ പഠിച്ചേക്കണേ. ഇവിടെയോ ഷമാഅത്തുൻ ചെറു നീളം കുറഞ്ഞ. അപ്പം കസീറത്തുൻ അത് ഇവിടെ ചേർക്കണം.
ഓക്കെ. പിന്നെ ബൈത്തുൻ എന്താ പറഞ്ഞത് നമ്മൾ ബൈത്തുൻ കബീറുൻ. ഇത് ബൈത്തുൻ സഗീറാണ് അല്ലേ. ഇത് ബൈത്തുൻ കബീറുൻ. ഏതാ കബീർ? ഈ വാക്ക് കൊടുക്കണം. സഗീർ എന്നുള്ള വാക്ക് ഇവിടെ കൊടുക്കണം മക്കള്, ഇവിടെ കൊടുക്കണം. ഓക്കെ, ആ വാക്കുകൾ ഇവിടെ ഉണ്ട്, കണ്ടോ അല്ലേ. പിന്നെയോ ഇവിടെ കായുടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കണ്ടില്ലേ. ഖുറത്തുൻ ക ഈ ചേർത്ത് എഴുതണ. അപ്പം അതിൻ്റെ കിതാബുൻ ഹക്കമുൻ ദീക്കുൻ ഷുബാക്കുൻ താഴത്തുനിന്ന് മുകളിലേക്ക് എഴുതി പൂർത്തിയാക്കുക. ഓക്കെ, അതാണ് അതിൽ ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ നുമയിസിൽ ഫവാക്കിഹ വൽ ഖലറവാത്സ്, ഇവിടെ കുറേ പഴങ്ങളും പച്ചക്കറികളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ 2 കോളത്തിലാക്കണം. ഫറാവില എന്താണ്? സ്ട്രോബെറി. ഫവാക്കിഹിൽ എഴുതണം. തൂത്ത് ടൂട്ടിപ്പഴം. ബുർത്തുക്കാൽ ഓറഞ്ച്, അതുപോലെ പഠനം അല്ലേ അല്ലേ മക്കളെ. പിന്നെ ബാമിയ ഖലറവാത്തിൽ വരും. തുഫാഹ് ഫവാക്കി ആപ്പിള്. ജസർ എന്താണ്? ക്യാരറ്റ്, അതും ഹലറവാത്ത്. മൗസോ പഴമാണ്. ടൊമാറ്റം പച്ചക്കറി അല്ലേ. ജുവാഫ ഫ്രൂട്ട്സ് ആണ്. കറ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ അല്ലെങ്കിൽ കക്കരി, അതിവിടെ കൊടുക്കണം. പിന്നെ ഖിയാറും വെള്ളരിക്ക, അതിവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കണം ഹദറവാത്ത്. അദസ് പയർ, അതും ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇത്രയും വാക്ക് ആക്ടിവിറ്റിയും കൂടി മക്കൾ ഇതിൽ ചെയ്യണം. പിന്നെയോ ഇവിടെ കുറച്ച് വാക്കുകൾ യൂണിറ്റിൽ നിങ്ങളുടെ ടീച്ചർ ചെയ്തിരിക്കും കേട്ടോ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. പഴയ ക്ലാസ്സുകളൊക്കെ സാറിൻ്റെ ഈ ചാനലിൽ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കൾക്ക് പോയി കാണാം, പഠിക്കാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.